ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA Chaser. സോ നമ്മൾ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്ന നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസിക് ടു അഡ്വാൻസ് ആണ് നമ്മുടെ ലക്ഷ്യം. ഇത് പഠിക്കണമെന്നാണ് നിങ്ങൾക്ക് കേറ്റിൽ ഏതൊരു എക്സാമിൻ്റെ ആയാലും നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസിക് ക്ലിയർ ആയിരിക്കും. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫാക്ടോറിയൽസിൻ്റെ തന്നെ നമ്പർ ഓഫ് സീറോസ് ആ ടോപ്പിക്കിനെ പറ്റിയായിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് നമ്മുടെ നമ്പർ ഓഫ് സീറോസിലോട്ട് ടോപ്പിക്കിലോട്ട് പോകാം. സോ നമ്മളിപ്പം നോർമലി ഒരു ഫാക്ടോറിയൽ 100 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ഇൻറ്റു 99 ഇൻറ്റു 98 ഇൻറ്റു 97 ഇൻറ്റു അപ് ടു 1 അല്ലേ? ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? സോ നമ്മളടുത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത് പറയുമ്പം ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, ഹൗ മെനി സീറോസ് ഫ്രം ദിസ് പ്രോഡക്റ്റ്. ഏതൊരു പ്രോഡക്റ്റ് വേണം തരും. ഫാക്ടോറിയൽസ് ആയാലും ഏതൊരു പ്രോഡക്റ്റ് ആയാലും നമ്മൾ ഈസി ആയിട്ട് നമ്പർ ഓഫ് സീറോസ് എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പം 2 റൈസ് ടു 2 ഇപ്പം 10 എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പറയാം. 10 എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? 2 ഇൻറ്റു 5 അല്ലേ? 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 25 ആണ് 100. 2 സ്ക്വയർ എന്നല്ല ഇവിടെ ഇടേണ്ടത്, 100 മനസ്സിലാവാൻ വേണ്ടി 100. സോ അടുത്ത് 1000 എടുക്കുകയാണ്. 1000 ഞാൻ എടുത്തപ്പോൾ എത്രയാണ്? 125 ഇൻറ്റു 8 അല്ലേ? അപ്പം 2 റൈസ് ടു 3 ഇൻറ്റു 5 റൈസ് ടു 3 ആണ്. സോ ഇതിലെല്ലാം കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. എന്തോന്നൊക്കെയാണ്? 2ഉം 5ഉം ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഏതൊരു ഫാക്ടോറിയലിൽ കണ്ടുപിടിക്കുക. ഇപ്പം നമ്മളടുത്ത് ചോദിക്കുകയാണ് 100ൻ്റെ ഫാക്ടോറിയലിൻ്റെ അകത്ത് എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചതുപോലെ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 2ഉം കണ്ടുപിടിക്കും, ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 5ഉം കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് പവർ എടുത്ത് എഴുതിയിട്ട് അതാണ് നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് സീറോസ്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു, 64 ഇൻറ്റു 125 ഇൻറ്റു 49 ഇൻറ്റു 63 ഇൻറ്റു 4 ഇൻറ്റു 5 15. സോ നമുക്ക് ഇവിടെ 64 എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? 2 റൈസ് ടു 6 ആണ്. 2 റൈസ് ടു 6 ആണ്. സോ 125 എന്ന് പറയുമ്പം 5 റൈസ് ടു 3 ആണ്. 49 എന്ന് പറയുമ്പോൾ 7ൻ്റെ സ്ക്വയർ ആണ്. സോ നമുക്കത് ആവശ്യമില്ല. സോ ഇവിടെ 9 ഇൻറ്റു 7 ആണ്. സോ അതും വേണ്ട. അടുത്ത് 4 എന്ന് പറഞ്ഞാൽ നമ്മൾ 2ൻ്റെ 4ൻ്റെ ഫാക്ടേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ 2 സ്ക്വയർ ആണ്. അത് 15 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 5 ആണ്. അപ്പോൾ 5 മാത്രം നമ്മൾ എടുക്കും. അപ്പോൾ എത്രയാണ് നമുക്ക് പറയുന്നത്? 6 പ്ലസ് 2 എത്ര? 8. 2 റൈസ് ടു 8 ഇൻറ്റു 5 റൈസ് ടു 4 എന്ന്. സോ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എത്ര ഉണ്ട്? 4 അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 10 റൈസ് ടു 4 എന്ന് എഴുതും. മനസ്സിലായോ? സോ നമ്മൾ ഈ 4 ആണ് നമ്പർ ഓഫ് സീറോസ്. സോ നമ്പർ ഓഫ് സീറോസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. മനസ്സിലായോ? സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 2 വെച്ച് 5 വെച്ചും സീറോസ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ നേരെ ചെയ്യണം 2ൻ്റെയും 5ൻ്റെ എന്തോന്ന് ഗ്രേറ്റസ്റ്റ് പവർ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ കോമൺ ആയിട്ടുള്ള നമ്പർ നമ്മളെടുത്ത് എഴുതുക. അത്രയേ ഉള്ളൂ. അതിൻ്റെ കോമൺ ആയിട്ടുള്ള പവറാണ്. സോ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചത്. സോ ഇതിൻ്റെ സെയിം മെത്തേഡാണ് നമ്മൾ നമ്പർ ഓഫ് സീറോസ് ഇപ്പം കണ്ടുപിടിക്കാൻ എല്ലാവർക്കും മനസ്സിലായല്ല. സോ ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ 10ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലേ? അപ്പോൾ അറിഞ്ഞുകൂടാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? നേരെ താണ്ട 2 ഇൻറ്റു 5 ദെൻ 2 ക്യൂബ് ദെൻ 2 ഇൻറ്റു 3 ദെൻ ഇവിടുത്തെ 2 ഇവിടെ 2 സ്ക്വയർ ഇവിടുത്തെ താണ്ട 5 2. അപ്പോൾ എത്ര എല്ലാം കൂടി 2 റൈസ് ടു 4 5 7 8 ഇൻറ്റു 5 റൈസ് ടു 2. അപ്പോൾ നമ്മളെ നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? 2 എന്ന് കിട്ടി എഴുതി വയ്ക്കും. ഇത് നോർമലി ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു വെച്ചവർ ഇങ്ങനെ എഴുതി വയ്ക്കും. എന്നാൽ ഇത് മണ്ടത്തരമാണ്. ഇത് വലിയ മണ്ടത്തരമൊന്നുമല്ല. ഇത് വലിയ ക്വസ്റ്റ്യൻസ് വരെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ 1000 10,000 വരെയാണെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കാൻ കുറേ സമയം എടുക്കൂലേ? സോ അതിന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് നമ്മുടെ മെത്തേഡായിട്ടുള്ളത്. ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈ 10 ഫാക്ടോറിയലിൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 2ഉം 5ഉം. ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 2ഉം 5ഉം. അപ്പം 2ൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം. 10 സ്ക്വയർ 2 ദെൻ 5 അഗെയിൻ 2 2 2 1. സോ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര? 10 റൈസ് ടു 8 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ അടുത്ത നമുക്ക് 5 ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 5 കണ്ടുപിടിക്കാം. 10 റൈസ് ടു 5 2. അപ്പോൾ നമ്മൾ 5 റൈസ് ടു 2 ആയില്ലേ? അയ്യോ ഇവിടെ 8 അല്ല, ഇവിടെ എത്ര 10 അല്ല, ഇവിടെ 2 ആണ്. 2 റൈസ് ടു 8ഉം 5 റൈസ് ടു 2. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എന്തോന്നാണ്? 2 ആണ്. സോ 10 റൈസ് ടു 2 ആണ്. അപ്പോൾ നമുക്ക് എന്തോന്നാണ്? നമ്മൾ നമ്പർ ഓഫ് സീറോസ് ഈക്വൽ ടു 2 എന്ന് എഴുതുക. 2 സീറോ ആണുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ 2 ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ 2 സീറോസ് എന്ന് എഴുതിയത്. മനസ്സിലായ? സോ അടുത്ത നമുക്ക് 100ൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം. ഫാക്ടോറിയലിൻ്റെ നമ്പർ ഓഫ് സീറോസ് എത്ര നമ്പർ ഓഫ് സീറോസ് കാണും?
നമ്പർ ഓഫ് സീറോസ് അല്ലേ, ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട. സോ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, ഹയസ്റ്റ് ഫാക്ടർ ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് എന്തോന്ന് 2ഉം 5ഉം നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ആദ്യം 100 × 2 വെച്ച് 250 again 2 25 again 2 12 again 2 6 2 3 2 1. സോ ഇതെല്ലാം നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? കൂട്ടുമ്പോൾ 75 85 87 അപ്പോൾ എത്ര 97 എന്ന് കിട്ടും. സോ നമുക്ക് എത്ര കിട്ടും? 97 എന്ന് 2^97 അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അടുത്ത നമുക്ക് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 5 ചെയ്യാം. 20 again 5 4 സോ 24 5^24. അപ്പോൾ നമ്മളെ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 10^24 എന്ന് പറയുമ്പോൾ 24 സീറോസ് ആയിരിക്കും നമുക്ക് കാണുന്നത്. ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായ, എല്ലാത്തിലും നമുക്ക് നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കാൻ പറയുമ്പം ഫാക്ടോറിയൽസിൻ്റെ കാര്യത്തിൽ നമുക്ക് ടു എടുക്കേണ്ട കാര്യമില്ല. കാരണം 2 എപ്പോഴും വലിയ വാല്യൂസ് ആയിരിക്കും. ഇൻ ദി കേസ് ഓഫ് ഫാക്ടോറിയൽസ് മാത്രമാണ്, അല്ലാത്ത ക്വസ്റ്റ്യൻസിനല്ല. സോ നമുക്ക് 5ൻ്റെ ഫാക്ടോറിയൽ മാത്രം കണ്ടുപിടിച്ചാൽ 5ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. കാരണം എന്തായാലും 2 5നെ കാട്ടി വലുതായിരിക്കും 2ൻ്റെ പവർ. അത് ഇൻ ദി കേസ് ഓഫ് ദി ഫാക്ടോറിയൽസ് അത് ഉറപ്പാണ്. സോ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വേണോ ചെയ്ത് നോക്കാം, 2ൻ്റെ പവർ ആയിരിക്കും വലുത് 5നെ കാട്ടി, അല്ലേ? ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയോ. അപ്പം നമുക്ക് നേരെ എടുക്കണം 5ൻ്റെ ആദ്യം എന്തോന്ന് 5ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ കണ്ടുപിടിക്കണം 24. നേരെ നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? 24 എന്ന് എഴുതി വെക്കണം. നിങ്ങൾ കണ്ട ഇപ്പം 1000ൻ്റെ കേസ് എടുത്ത് നോക്ക്. 1000 നമുക്ക് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 2ഉം കണ്ടുപിടിക്കണം 5ഉം കണ്ടുപിടിക്കണം, പണ്ടത്തെ നമ്മളെ ഫോറിന്. അപ്പോൾ നമ്മൾ എന്തോന്ന് ആദ്യം 1000 വെച്ചിട്ട് 2 കുറേ ചെയ്യും, ദെൻ 5 എടുക്കും. അതിനെക്കാട്ടി നമുക്ക് ഡയറക്റ്റ്ലി 5 വെച്ച് ആദ്യമേ ചെയ്യാം. 200 again 5 40 again 5 8 again 5 1 അല്ലേ? സോ ഇതെല്ലാം നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? കൂട്ടാൻ നമ്മൾ വില്ലന്മാരല്ലേ. അപ്പം 214 ആണെന്ന് നമുക്ക് കിട്ടും, അല്ലേ? അപ്പം നമുക്ക് ഡയറക്റ്റ്ലി എഴുതി വെക്കാം. നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുമ്പം 249 ആണ് നമ്മളെ നമ്പർ ഓഫ് സീറോസ് എന്ന് കിട്ടും. മനസ്സിലായോ? എത്ര എളുപ്പമാണ്. ചുമ്മാ നമ്മൾ 2 ചെയ്തിട്ട് അതിൻ്റെ കുറേ സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ 5 ചെയ്യുക, 5 അല്ലേ ഏറ്റവും എളുപ്പം. 5 ചെയ്യുക, ഏറ്റവും എളുപ്പമായതുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. 2 നമുക്ക് ചെയ്താൽ കുറേ ടൈം എടുക്കും. സോ 5 ചെയ്യുക, നേരെ നമ്മൾ ആൻസർ എടുത്തെഴുതും. സോ നിങ്ങൾ 10,000 ഒന്ന് ചെയ്ത് നോക്കുക, 10,000 നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ തരേണ്ടതാണ്. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സോ 10,000 5 വെച്ച് നമുക്ക് ചെയ്യാം. സോ 2,000 again 5 വെച്ചിട്ട് എത്രയാണ്? 4,000 again 5 വെച്ചിട്ട് 80 again 5 16 again 5 വെച്ച് 3. സോ ഇതെല്ലാം നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 9 9 4 2. അപ്പം 2499 ആയിരിക്കും നമുക്ക് നമ്പർ ഓഫ് സീറോസ്. എത്രയായിരിക്കും നമ്മളെ നമ്പർ ഓഫ് സീറോസ്? നമ്മളെ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 2499 ആയിരിക്കും. സോ ഇതെന്ത് ഈസിയാന്ന് നോക്കിയാൽ. സോ നിങ്ങൾ ഈ വീഡിയോ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ വാല്യൂ തന്നെ 1 ലാഖിൻ്റെ എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ തരേണ്ടത്.